കർത്താവ് യേശുക്രിസ്തു തന്നെയുള്ള നാമത്തിൽ എല്ലാവരും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് വെളിപ്പാടിലെ ആ വലിയ 3, ദ റെവലേഷൻസ് ബിഗ് 3. നമുക്ക് നിമിഷം പ്രാർത്ഥിക്കാം. സ്വർഗത്തിൽ വസിക്കുന്ന അടികൾ പാത്രം നല്ല പിതാവേ, അടിങ്ങൾ അല്പസമയം പിതാവേ, ആ വെളിപ്പാട് 3 ദൂതിൻ്റെ ആമുഖം അടിങ്ങൾ കാണാൻ പോകുന്നു, ചിന്തിക്കാൻ പോകുന്നു, പഠിക്കാൻ പോകുന്നു. ദൈവത്തിൻ്റെ കൃപയും സാന്നിധ്യം കൊണ്ട് പ്രാർത്ഥിക്കുന്നു. ആ 3 ദൂത് എന്തിനെക്കുറിച്ചാണോ സംസാരിക്കുന്നത് എന്ന് മനസ്സിലാക്കുവാനും അത് അടിങ്ങൾ ഹൃദയം കൊണ്ട് സ്വീകരിക്കുവാനും അടികൾ സഹായിക്കുന്നു പ്രാർത്ഥിക്കുന്നു. അടിങ്ങൾ ചോശൽ കുറവാണെങ്കിലും കൂടുതൽ നന്മ കൊണ്ട് നിറയ്ക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ച സകല കാര്യങ്ങളും യേശു നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് യേശു ക്രിസ്തു നമുക്ക് ഏറ്റവും വിലയേറിയ ദൂതുകളാണ് വെളിപ്പാട് 14 കൂടി ദൈവം നമുക്ക് നൽകുന്നത്. വെളിപ്പാട് 14 6 മുതൽ 12 നമുക്ക് ത്രിവിധ ദൂതുകൾ എന്ന് പറയുന്ന ദൂത് നമുക്ക് കാണാൻ സാധിക്കുന്നു. ദ 3 ഏഞ്ചൽ മെസ്സേജ്. ഈ ദൂതിൽ 5 പേർ ഉൾപ്പെടുന്നുണ്ട്. ഒന്ന്, ഈ ദൂത് നൽകുന്ന ക്രിസ്തു. പിന്നെ ഈ ദൂത് വഹിച്ചുകൊണ്ട് ക്രിസ്തുവിൽ നിന്ന് ലോകത്തിലേക്ക് വലിച്ചുകൊണ്ട് പോകുന്ന 3 ദൂതന്മാർ. അപ്പം 4 പേരായി. പിന്നെ ഈ ദൂത് സ്വീകരിക്കുന്നവർ. അങ്ങനെ 5 പാർട്ടീസ് നമുക്കിതിൽ കാണാൻ സാധിക്കുന്നു. ഈ ദൂതിനെക്കുറിച്ച്, ഈ സുവിശേഷത്തെക്കുറിച്ച് കാരണം നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞു. രാജ്യത്തിന് ഈ സുവിശേഷം സകല ജാതിയിലും പ്രസംഗിക്കപ്പെടുമ്പോൾ അവസാനം വരും. അപ്പോൾ ഈ സുവിശേഷം പ്രസംഗിക്കപ്പെടുമ്പോൾ അവസാനം വരണം. അതുമാത്രമല്ല, ഈ സുവിശേഷത്താൽ മാത്രമാണ് രക്ഷ പ്രാപിക്കാൻ സാധിക്കുന്നത്. വെളിപ്പാട് 14 6 മുതൽ 12 ത്രിവിധ ദൂതിന് ശേഷം അതിൻ്റെ 14-ാം വാക്യത്തിൽ നമുക്ക് കൊയ്ത്ത് കാണാൻ സാധിക്കുന്നു. മത്തായി 13 അനുസരിച്ച് കൊയ്ത്ത് ലോകാവസാനമാണ്. അപ്പോൾ വെളിപ്പാട് 14 പറഞ്ഞ അതേ ദൂതിനെ കുറിച്ചാണ് കർത്താവ് യേശു ക്രിസ്തു മത്തായി 24-ന്റെ 14 പറയുന്നത്. രാജ്യത്തിൻ്റെ ഈ സുവിശേഷം സകല ജാതിയിലും പ്രസംഗിക്കപ്പെടുമ്പോൾ അവസാനം വരും. മത്തായി 28-ന്റെ 19-20 നമ്മൾ വായിക്കുകയാണെങ്കിൽ, ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന് അരുളി ചെയ്തു. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചത് ഒക്കെയും പ്രമാണിപ്പാനോടെ. അപ്പോൾ ഇവിടെ സുവിശേഷം എന്ത് ചെയ്യുക? സകല ജാതികളോടും പ്രസംഗിക്കാൻ ഇവിടെ പറയുന്നുണ്ട്. റോമർ 1-ന്റെ 15-16 നമ്മൾ വായിച്ചു നോക്കിയാൽ, അങ്ങനെ റോമിലുള്ള നിങ്ങളോടും സുവിശേഷം അറിയിപ്പാൻ എന്നാൽ ആവോളം ഞാൻ ഒരുങ്ങിയിരിക്കുന്നു. സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. വിശ്വസിക്കുന്ന ഏവനും, ആദ്യം യഹൂദനും പിന്നെ ഏവനും അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നു. അപ്പോൾ വെളിപ്പാട് 14 കാണുന്നത് ഈ ദൂത് അത് സുവിശേഷമാണ്. സുവിശേഷം ദൈവശക്തിയാണ്. അത് രക്ഷയ്ക്ക് കാരണഭൂതമാകുന്നതുമാണ്. ഈ സുവിശേഷം എന്തെന്ന് വെളിപ്പാട് 14:6 വായിച്ചു നോക്കിയാൽ, വേറൊരു ദൂതൻ ആകാശമധ്യേ പറക്കുന്നത് കണ്ടു. സകല ജാതിയോടും ഗോത്രത്തോടും ഭാഷയോടും വംശയോടും ആയവരോട് അറിയിപ്പാൻ ഒരു നിത്യ സുവിശേഷം അവൻ്റെ പക്കൽ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ സകല ജാതിയോടും ഗോത്രത്തോടും ഭാഷയോടും, അപ്പോൾ ലോകമെമ്പാടും പ്രസംഗിക്കപ്പെടേണ്ട ദൂതാകുന്നു എന്ന് പറയുന്നു. അതേപോലെ ഇത് അവസാനം കൊണ്ടുവരും. മത്തായി 24 അവസാനം കൊണ്ടുവരണം. വെളിപ്പാട് 24:14 അത് തന്നെ പറയുന്നു. നമുക്ക് വാക്യത്തിലൊക്കെ പെട്ടെന്ന് നമുക്ക് കടന്നു പോകാം. ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടുമ്പോൾ അപ്പോൾ അവസാനം വരും. മത്തായി 24 പറയുന്നു. മർക്കോസ് 13 വായിച്ചാൽ കൊയ്ത്ത് ലോകാവസാനം എന്ന് പറയുന്നു. അതേപോലെ വെളിപ്പാട് 14:14 വായിക്കുകയാണെങ്കിൽ, പിന്നെ അവൻ വെളുത്തൊരു മേഘവും മേഘത്തിന്മേൽ മനുഷ്യപുത്രൻ സദൃശനെ ഒരുത്തൻ തലയിൽ പൊൻകിരീടവും കയ്യിൽ മൂർച്ചയുള്ള അരിവാളുമായി ഇരിക്കുന്നത് കണ്ടു. മറ്റൊരു ദൂതൻ ദൈവാലയത്തിൽ നിന്ന് പുറപ്പെട്ടു. മേഘത്തിന്മേൽ ഇരിക്കുന്നതിനോട്, കൊയ്ത്തിന് സമയം വന്നതുകൊണ്ട് നിന്റെ അരിവാൾ അയച്ച് കൊയ്യുക, ഭൂമിയിലെ വിളവ് വിളഞ്ഞ് ഉണങ്ങിയിരിക്കുന്നു എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. അപ്പോൾ ഭൂമിയിലെ വിളവ് വിളഞ്ഞ് ഒരുങ്ങുമ്പോഴാണ് കൊയ്ത്തിൻ്റെ കത്തി അയക്കുന്നത്, അല്ലെങ്കിൽ കൊയ്ത്തിന് സമയം വരുന്നത്. എന്താണ് ഈ വിളവ്? ഫലം. എന്താണ് ഫലം? ആത്മാവിൻ്റെ ഫലം. എന്താണ് ആത്മാവിൻ്റെ ഫലം? ഈ വകയ്ക്ക് വിരോധമായി ഒരു ന്യായപ്രമാണമില്ല. അപ്പോൾ ദൈവജനം ദൈവത്തിൻ്റെ സ്വഭാവം പരിപൂർണമായിട്ട് പ്രതിഫലിക്കുമ്പോൾ കൊയ്ത്ത് നടക്കും. ഈ ലോകം ഈ ദൂതിനെ സ്വീകരിക്കണം. ഈ ദൂതിനെ ചിലപ്പോൾ അവർക്ക് സ്വീകരിക്കാനും തിരസ്കരിക്കാനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 25 മുതൽ 27 വായിച്ചാൽ, യേശു അവരോട് ഉത്തരം പറഞ്ഞത്, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, എങ്കിലും നിങ്ങൾ വിശ്വസിക്കുന്നില്ല. എൻ്റെ പിതാവിൻ്റെ നാമത്തിൽ ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ എനിക്ക് സാക്ഷ്യമാകുന്നു. നിങ്ങൾ എൻ്റെ ആടുകളുടെ കൂട്ടത്തിലുള്ളവരല്ലായകയാൽ വിശ്വസിക്കുന്നില്ല. എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു, ഞാൻ അവയെ അറിയുകയും അവയെ അനുഗമിക്കുകയും ചെയ്യുന്നു. ഈ വാക്യപ്രകാരം ഈ സുവിശേഷത്തോട് 2 തരം റെസ്പോൺസ്, 2 വിധത്തിൽ പെരുമാറുന്നവരുണ്ട്. ഒന്ന്, വിശ്വസിക്കാത്തത്, ക്രിസ്തുവിൻ്റെ കൂട്ടത്തിലില്ലാത്തവർ. 2, ഇത് കേട്ട് വിശ്വസിക്കുന്നവർ. ഇനി നമുക്ക് രണ്ടാമത്തെ ദൂതിലേക്ക് വരാം.
വെളിപ്പാട് 14 നമ്മൾ നിത്യസുവിശേഷമാണ്. ദൈവത്തെ ഭയപ്പെട്ട് അവന് മഹത്വം കൊടുപ്പിൻ, ന്യായവിധി നാഴിക വന്നിരിക്കുന്നു. ഈ ദൂതിനെ സ്വീകരിക്കാത്തവർ, ആകാശവും ഭൂമിയും സമുദ്രം നീരുണ്ടാക്കിയവനെ നമസ്കരിപ്പിൻ, സത്യദൈവത്തെ സൃഷ്ടാവായ ദൈവത്തെ ആരാധിക്കാൻ ഈ ദൂത് പറയുന്നുണ്ട്. ഈ ദൂതിനെ സ്വീകരിക്കാത്തവർ, ആ ദൂതിനെ തിരസ്കരിക്കുന്നവർക്ക് വേണ്ടിയാണ് രണ്ടാമത്തെ ദൂത്. കാരണം രണ്ടാം ദൂത് പറയുന്നു, വീണുപോയി മഹ്ദിയാം ബാബിലോൺ വീണുപോയി, തൻ്റെ ദുർനടപ്പിൻ്റെ ക്രോധമധ്യം സകല ജാതിയെ കുടിപ്പിച്ച് മഹ്ദിയാം ബാബിലോൺ വീണുപോയി എന്ന് പറയുന്നു. അപ്പോൾ വീഴുക എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഹോശേയ പ്രവചനം 14-ാം അധ്യായം 1-9, ഇസ്രായേലേ, നിന്റെ ദൈവമായ യഹോവയുടെ അടുക്കലേക്ക് മടങ്ങി ചെല്ലുക, നിന്റെ അകത്യ നിമിത്തമല്ലോ നീ വീണിരിക്കുന്നത്. അപ്പോൾ നീ വീഴുന്നത് എന്തുമൂലമാണ്? അകൃത്യം. അപ്പോൾ വീഴുക എന്ന് പറഞ്ഞാൽ പാപം ചെയ്യുക, പാപത്തിലായിരിക്കുക, പാപത്തിൽ തുടരുക. ഇത് ഗ്രഹിപ്പാൻ തക്ക ജ്ഞാനിയാർ, ഇത് അറിവാൻ തക്ക വിവേകിയാർ. യഹോവയുടെ വഴികൾ ചൊവ്വുള്ളതല്ലോ, നീതിമാർ അവയിൽ നടക്കും, അതിക്രമക്കാരോ അവയിൽ ഇടറി വീഴും. അപ്പോൾ ഇടറി വീഴുന്നവൻ പാപിയാകുന്നു എന്ന് തിരുവചനം വ്യക്തമാക്കുന്നു. ഇതിനോട് വിരോധമായി വേറൊരു കൂട്ടം ജനത്തെക്കുറിച്ച് പറയുന്നുണ്ട്. വെളിപ്പാട് 6:17 ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. എന്താകുന്നു? അവരുടെ മഹാകോപ ദിവസം വന്നു, ആർക്ക് നിൽക്കുവാൻ കഴിയും? അപ്പോൾ ആർക്ക് നിൽക്കുവാൻ കഴിയുമെന്ന ചോദ്യമാണ് വെളിപ്പാട് 6 കാണുന്നത്. നിൽക്കുക എന്ന് പറഞ്ഞാൽ പാപത്തിൽ വീഴാതിരിക്കുക, വീഴുക എന്നാൽ പാപം ചെയ്യുക. അപ്പോൾ ആർക്കാണ് നിൽക്കാൻ കഴിയുന്നത്? ഒരു കൂട്ടം ജനത്തെ നിൽക്കാൻ കഴിയും. വെളിപ്പാട് 14-ന്റെ 2-ാമത്തെ ദൂത് വീണതിനെ കുറിച്ച് പറയുമ്പോൾ വീഴാത്ത ജനത്തെക്കുറിച്ച് വെളിപ്പാട് 14-ന്റെ 1 പറയുന്നു. പിന്നെ ഞാൻ സിയോൻ മലയിൽ കുഞ്ഞാടും അവനോട് കൂടി നെറ്റിയിൽ അവൻ്റെ നാമവും പിതാവിൻ്റെ നാമവും എഴുതിയിരിക്കുന്ന 144,000 പേരും നിൽക്കുന്നത് കണ്ടു. അപ്പോൾ ഒന്നാമത്തെ ദൂത്, ദൈവത്തെ ഭയപ്പെട്ട് മഹത്വം കൊടുപ്പിൻ, ന്യായവിധി നാഴിക വന്നിരിക്കുന്നു, ആകാശവും ഭൂമിയും സമുദ്രവും നീരുണ്ടാക്കിയവനെ നമസ്കരിപ്പിൻ. ആ ദൂത് സ്വീകരിക്കുന്നവരുമുണ്ട്, സ്വീകരിക്കാത്തവരുമുണ്ട്. സ്വീകരിക്കാത്തവർ വീണുപോയി, മഹ്ദിയാം ബാബിലോൺ വീണു, അവർക്ക് വേണ്ടിയാണ് രണ്ടാമത്തെ ദൂത്. സ്വീകരിച്ചവർ നിൽക്കുന്നവർ, ദൈവത്തിൻ്റെ കൂടെ നിൽക്കുന്ന ആ 1,44,000 പേർ. ഇനി നമുക്ക് മൂന്നാമത്തെ ദൂതിലേക്ക് വരാം. ദൈവത്തെ എന്താണ്? അവൻ മൃഗത്തിൻ്റെ മുദ്ര ഏറ്റാൽ ദൈവത്തിൻ്റെ കലപ്പില്ലാതെ പറഞ്ഞ ക്രോധമദ്യം രാപ്പകൽ കുടിക്കേണ്ടി വരുമെന്ന് പറയുന്ന മൂന്നാമത്തെ ദൂത്, മൃഗത്തിൻ്റെ മുദ്രയെക്കുറിച്ചുള്ള മൂന്നാമത്തെ ദൂതിൻ്റെ ദൂത്. ഈ ദൂത് വ്യത്യാസമുള്ളതല്ല, വിഭിന്നമല്ല. കഴിഞ്ഞ 2 ദൂതന്മാരിൽ കഴിഞ്ഞിട്ടാണ് ഈ ദൂത് വരുന്നത്. നമ്മളൊന്ന് വായിച്ചു നോക്കിയാൽ വളരെ താല്പര്യജനകമാണ്. വെളിപ്പാട് 14-ലെ 6-ൽ വേറൊരു ദൂതൻ എന്നാണ് പറയുന്നത്. രണ്ടാമത്തെ ദൂതൻ വരുമ്പോഴും വേറൊരു ദൂതൻ എന്നാണ് പറയുന്നത്. പക്ഷേ മൂന്നാമത്തെ ദൂതൻ വരുമ്പോൾ മൂന്നാമതൊരു ദൂതൻ വരുന്നു. അപ്പോൾ ഇതുവരെ വേറൊരു ദൂതൻ എന്ന് പറഞ്ഞിട്ട് മൂന്നാമത്തെ ദൂതാകുന്ന സമയത്ത് മൂന്നാമത്തെ ദൂതൻ എടുത്തു വരുന്നു. അപ്പോൾ ഈ ദൂതന് പ്രാധാന്യമേറുന്നു. മനസ്സിലാകുന്നുണ്ടോ? ഈ ദൂതന് പ്രാധാന്യം ഏറുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇത് മൂന്നാമത്തെ ദൂതനായതുകൊണ്ടാണ് അതിനു മുമ്പുള്ള 2 1 മാറുന്നത്. അപ്പോൾ ഈ ദൂതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ബാക്കിയുള്ള എല്ലാ ദൂതുകളും ഇരിക്കുന്നതും. ഈ ദൂതിൻ്റെ പ്രാധാന്യം ഏറുന്നു എന്ന് നമുക്ക് ഇവിടെ കൂടെ മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ 2 കൂട്ടരുണ്ടാകുമെന്ന് ഈ ദൂത് നമ്മൾ പഠിപ്പിക്കുന്നു. ഒന്ന് മൃഗത്തെ ആരാധിക്കുന്നവർ, മൃഗത്തെ നമസ്കരിക്കുന്നവർ. വേറൊരു കൂട്ടർ ദൈവത്തെ ആരാധിക്കുന്നവർ, സൃഷ്ടാവിനെ ആരാധിക്കുന്നവർ. മൃഗത്തെ ആരാധിക്കുന്നവർ ഒന്നാമത്തെ ദൂത് എന്തിനാണ് വിളിക്കുന്നത്? ആകാശവും സമുദ്രവും നീരോടെ ഉണ്ടാക്കിയവനെ നമസ്കരിപ്പിൻ. ആ ദൂതിനെ തിരസ്കരിച്ചുകൊണ്ട് മൃഗത്തെ നമസ്കരിക്കുന്നവർ. സൃഷ്ടാവാൻ ദൈവത്തെ ആരാധിക്കുന്ന പകരം മൃഗത്തെ നമസ്കരിക്കുന്നവർ. ബാക്കിയൊരു കൂട്ടം സൃഷ്ടാവിനെ നമസ്കരിക്കുന്നു, കാരണം അവർക്ക് കർത്താവ് യേശു ക്രിസ്തുവിന്റെ വിശ്വാസവും ദൈവകൽപ്പനയും കാക്കുന്ന ജനമാണ്. വെളിപ്പാട് 14-ന്റെ 12 അനുസരിച്ച്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അവർ യുദ്ധത്തിലാണ്. അവസാനം ഈ മൃഗത്തെയും ഈ മൃഗത്തിൻ്റെ പ്രതിമയും ജയിക്കുന്നവർ വീഴാതെ നിൽക്കുന്ന ഈ 1,44,000 പേരാണ്. അപ്പോൾ ഈ ത്രിവിധ ദൂതിൽ ഒന്നാമത്തതാണ് ആ നിത്യസുവിശേഷം. ദൈവത്തെ ഭയപ്പെട്ട് മഹത്വം കൊടുപ്പിൻ, ന്യായവിധി നാഴിക വന്നിരിക്കുന്നു, ആകാശവും സമുദ്രം നീരുണ്ടാക്കിയവനെ നമസ്കരിപ്പിൻ. ആ ദൂതിനെ തിരസ്കരിക്കുന്നവർക്ക് വേണ്ടിയുള്ളതാണ് രണ്ടാമത്തെയും മൂന്നാമത്തെ. അതിൻ്റെ അനന്തരഫലത്തെക്കുറിച്ച് പറയുന്നതാണ് ഈ രണ്ടാമത്തെ ദൂതും മൂന്നാം ദൂതും. യഥാർത്ഥത്തിൽ പറയുകയാണെങ്കിൽ ഈ സുവിശേഷം എന്നാൽ ക്രിസ്തുവിനെയാണ് പ്രസംഗിക്കേണ്ടത്. നമ്മൾ വെളിപ്പാട് 14-ന്റെ 6 മുതൽ 12 ഉപരിതലത്തിൽ വായിക്കുകയാണെങ്കിൽ നമുക്കവിടെ ക്രിസ്തുവിനെ കാണാൻ സാധിക്കില്ല. പക്ഷേ നമ്മൾ വേദപുസ്തകത്തെ വായിക്കുകയല്ല, പഠിക്കുക അത്രേ ചെയ്യേണ്ടത്. അതാണ് നമ്മൾ ഇനിയുള്ള ഇതിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒന്നാമത്തെ ദൂത് നിത്യ സുവിശേഷത്തെയാണ് കൊണ്ടുവരുന്നത്. മർക്കോസ് എഴുതിയ സുവിശേഷം 16-ന്റെ 15-16 നമ്മൾ വായിക്കുകയാണെങ്കിൽ, പിന്നെ അവൻ അവരോട്, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പിൻ.
വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. അപ്പോൾ സുവിശേഷത്തെ വിശ്വസിച്ചാൽ മാത്രമാണ് രക്ഷ. അപ്പോൾ ഈ സുവിശേഷം എന്തെന്നുള്ളതും അത് സ്വീകരിക്കുക എന്നുള്ളതും വളരെ പ്രാധാന്യമർഹിക്കുന്നു. കാരണം ഈ സുവിശേഷം നമ്മൾ സ്വീകരിക്കാഞ്ഞാൽ, നമ്മൾ ഈ സുവിശേഷം വിശ്വസിക്കാഞ്ഞാൽ നമ്മൾ നഷ്ടപ്പെടാനുള്ള കാരണം ഉണ്ട്. അതേപോലെ തെറ്റായ സുവിശേഷങ്ങൾ ഉണ്ടെന്നും അപ്പോസ്തലനായ പൗലോസ് ഗലാത്യ ലേഖനത്തിൽ നമുക്ക് താക്കീത് നൽകുന്നു. ഗലാത്യ 1:6-9 നമ്മൾ വായിക്കുകയാണെങ്കിൽ, ക്രിസ്തുവിൻ്റെ കൃപയാൽ നിങ്ങളെ വിളിച്ചവനെ വിട്ട് നിങ്ങൾ ഇത്ര വേഗത്തിൽ വേറൊരു സുവിശേഷത്തിൽ അറിയുന്നത് കൊണ്ട് ഞാൻ ആശ്ചര്യപ്പെടുന്നു. അത് വേറൊരു സുവിശേഷം എന്നല്ല, ചിലർ നിങ്ങളെ കലക്കി ക്രിസ്തുവിൻ്റെ സുവിശേഷം മറിച്ച് കളയുവാൻ ഇച്ഛിക്കുന്നു എന്നത്രേ. എന്നാൽ ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി ഞങ്ങളാകട്ടെ സ്വർഗത്തിൽ നിന്ന് ദൂതനാകട്ടെ നിങ്ങളുടെ സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. ഞാൻ മുൻ പറഞ്ഞതുപോലെ ഞാൻ ഇപ്പോഴും പിന്നെയും പറയുന്നു, നിങ്ങൾ കൈക്കൊണ്ട സുവിശേഷത്തിന് വിപരീതമായി ആരെങ്കിലും നിങ്ങളുടെ സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. അപ്പോൾ 2 തരം സുവിശേഷമുണ്ട്, ശരിയായ സുവിശേഷവും തെറ്റായിട്ട് സുവിശേഷം. തെറ്റായിട്ട് സുവിശേഷം അവതരിപ്പിക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ എന്ന് പറയുന്നു. ഈ സുവിശേഷം കൂടാതെ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കില്ല എന്ന് പറയുന്നു. 1 തെസ്സലോനിക്ക ലേഖനം 5:21. അതുകൊണ്ട് തന്നെ സകലവും ശോധന ചെയ്ത് നല്ലത് മുറുകെ പിടിക്കുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന സുവിശേഷം, കിട്ടുന്ന ദൂത് അത് ശരിയാണോ തെറ്റാണോ എന്ന് പരിശോധിക്കേണ്ട കർത്തവ്യം നമുക്കാണ്. അപ്പോസ്തല പ്രവൃത്തികൾ വായിക്കുകയാണെങ്കിൽ ബെരിയയിലെ ജനക്കൂട്ടത്തെക്കുറിച്ച് പറയുന്നു. അവർ കേൾക്കുന്നത് അപ്രകാരം വിശ്വസിക്കാതെ അത് അപ്രകാരം തന്നെയാണെന്ന് പരിശോധിക്കുന്ന ജനക്കൂട്ടമുണ്ട്. നമ്മൾ അങ്ങനെ പരിശോധിച്ച് അത് അപ്രകാരം തന്നെയാണോ എന്ന് മനസ്സിലാക്കിയിട്ട് അതിൽ നല്ലത് നമ്മൾ എന്ത് ചെയ്യണം, മുറുകെ പിടിക്കണം എന്നുള്ള കാര്യം ഇവിടെ നൽകുന്നു. അപ്പോൾ ഈ സത്യസുവിശേഷം, ഈ സുവിശേഷം കൂടാതെ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കില്ല. ആരെ കൂടാതെയാണ് നമുക്ക് ഒരിക്കലും രക്ഷയില്ലാത്തത്? ക്രിസ്തു. അപ്പോൾ ക്രിസ്തു തന്നെയല്ലേ ഈ സുവിശേഷം? ക്രിസ്തു തന്നെയാണ് സുവിശേഷത്തിൻ്റെ ശക്തിയും. റോമർ 1:14 പറയുന്നു, സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. വിശ്വസിക്കുന്ന ഏവനും, ആദ്യം യഹൂദനും പിന്നെ യവനനും, അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നു. ക്രിസ്തുവിനെ ദൈവശക്തി എന്നും സുവിശേഷത്തെ ദൈവശക്തി എന്നും ഇവിടെ വിളിക്കുന്നു. അതുകൊണ്ട് തന്നെ സുവിശേഷം തന്നെയാണ് ക്രിസ്തു, ക്രിസ്തു തന്നെയാണ് സുവിശേഷം. കർത്താവ് യേശു ക്രിസ്തുവിന് കാലഘട്ടത്തിന് ശേഷം ശിഷ്യന്മാർ പ്രസംഗിക്കാൻ പറഞ്ഞു സുവിശേഷം. അവർ ആരെയാണ് പ്രസംഗിച്ചത്? ക്രിസ്തുവിനെ. അപ്പോൾ സുവിശേഷം ആരാണ്? ക്രിസ്തു. ക്രിസ്തു തന്നെയാണ് സുവിശേഷം, സുവിശേഷം തന്നെയാണ് ക്രിസ്തു. അത് ഞാൻ വീണ്ടും വീണ്ടും എടുത്തു പറയുന്നു. അപ്പോൾ ഒന്നാമത്തെ ദൂതൻ്റെ ദൂത് നമ്മളെ കൊണ്ടുവന്ന് എത്തിക്കുന്നത് ആരിലേക്കാണ്? ക്രിസ്തുവിലേക്കാണ്. ആ കർത്താവ് യേശു ക്രിസ്തുവിനോടുള്ള നമ്മുടെ സമീപനം എന്താണ്? ആ കർത്താവ് യേശു ക്രിസ്തുവിനെ ഞാൻ സ്നേഹിക്കുന്നുണ്ടോ? ആ കർത്താവ് യേശു ക്രിസ്തുവിനെ ഞാൻ ബഹുമാനിക്കുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ നമ്മൾ ഒന്നാം ദൂത് സ്വീകരിക്കും. ആ കർത്താവിനോട് എനിക്ക് ഇഷ്ടമില്ല എങ്കിൽ, ആ കർത്താവിനോട് എനിക്ക് പ്രിയമില്ല എങ്കിൽ, ആ കർത്താവിനോട് എനിക്ക് ബഹുമാനമില്ല എങ്കിൽ നമ്മൾ ഒന്നാമത്തെ ദൂത് എന്ത് ചെയ്യും? നമ്മൾ തിരസ്കരിക്കും. അപ്പോൾ ഒന്നാമത്തെ ദൂത് നമ്മൾ തിരസ്കരിക്കുകയോ അക്സെപ്റ്റ് ചെയ്യുകയോ ചെയ്യുകയാണെങ്കിൽ അതെന്താണ് കാണിക്കുന്നത്? നമ്മൾ ക്രിസ്തുവിനെ സ്നേഹിക്കുകയോ ഇല്ലയോ? കാരണം സുവിശേഷം ആര് തന്നെയാണ്? ക്രിസ്തു തന്നെയാണ്. ഒന്നാം ദൂതിലെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് അവൻ്റെ ന്യായവിധിയുടെ നാഴിക വന്നിരിക്കുന്നു. അപ്പോൾ ഈ ചില കാര്യങ്ങൾ നമ്മൾ ഓർമ്മിപ്പിക്കുന്നു. ദൈവം നമ്മളെ ന്യായം വിധിക്കും. ആ ന്യായവിധിയുടെ അടിസ്ഥാനം ദൈവത്തിൻ്റെ 10 കൽപ്പനകളായിരിക്കുമെന്ന് നമുക്ക് മനസ്സിലാവും. ഈ ന്യായവിധിയിൽ ദൈവ ന്യായവിധിയാണെങ്കിലും ക്രിസ്തു നമ്മുടെ പക്ഷത്താണ്, നമ്മുടെ ഭാഗത്താണ്. നമുക്ക് വേണ്ടി ദൈവത്തോട് സദാ പക്ഷവാദം ചെയ്യുന്ന ഒരു സുഹൃത്താകുന്നുവെന്നും തിരുവചനം നമ്മളെ പറയുന്നുണ്ട്. യാക്കോബിൻ്റെ ലേഖനം 2:10-12 വായിച്ചു നോക്കിയാൽ, ഒരുത്തൻ ന്യായപ്രമാണം മുഴുവൻ അനുസരിച്ച് നടന്നിട്ടും ഒന്നിൽ തെറ്റിയാൽ അവൻ സകലത്തിനും കുറ്റക്കാരനായി തീർന്നു. വ്യഭിചാരം ചെയ്തെന്ന് കൽപ്പിച്ചവൻ കൊല ചെയ്തതെന്നും കൽപ്പിച്ചിരിക്കുന്നു. നീ വ്യഭിചാരം ചെയ്യുന്നില്ലെങ്കിലും കൊല ചെയ്യുന്നുവെങ്കിൽ ന്യായപ്രമാണം ലംഘിക്കുന്നതിനായി തീർന്നു. സ്വാതന്ത്ര്യത്തിൻ്റെ ന്യായപ്രമാണത്താൽ വിധിക്കപ്പെടാനുള്ളവരെ പോലെ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുക. അപ്പോൾ ഇവിടെ ഈ വചനം നമ്മൾ ഓർമ്മിപ്പിക്കുന്നത്, നമ്മളെല്ലാവരും ക്രിസ്തു നമുക്കില്ല എങ്കിൽ ഒരു രക്ഷയുമില്ല. കാരണം ഒന്നിനെ തെറ്റിച്ചാൽ നമ്മൾ സകലത്തിനും തെറ്റുകാരായി തീർന്നു. നമ്മുടെ ജീവിതത്തിൽ ഈ 10 കൽപ്പനയിൽ ഏതെങ്കിലും ഒന്ന്, അത് ഏതെങ്കിലും ഒരു അർത്ഥത്തിൽ തെറ്റിക്കാത്തവരില്ല. അപ്പം നമുക്ക് ഈ ന്യായവിധിയിൽ നമുക്കുള്ള ഒരു കച്ചിത്തുരുമ്പ്, നമുക്കുള്ള പ്രത്യാശ എന്നത് എന്താണ്? കർത്താവായ യേശു ക്രിസ്തുവാണ്. കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കൊരു ഉപമ നമുക്ക് വേദപുസ്തകത്തിൽ വായിക്കാൻ സാധിക്കും. ഒരു തോട്ടക്കാരൻ, ഒരു വൃക്ഷമുണ്ട്, അതേപോലെ തന്നെ ഉടമസ്ഥൻ. ആ വൃക്ഷത്തിൽ എന്തെങ്കിലും ഫലം ഉണ്ടാകാൻ നോക്കി തന്നെ ഉടമസ്ഥൻ വന്ന് നോക്കി, ഇല്ല. അപ്പോൾ തോട്ടക്കാരനോട് പറഞ്ഞു അത് വെട്ടിക്കളയാൻ. അപ്പോൾ തോട്ടക്കാരൻ എന്താണ് പറയുന്നത്? 1 വർഷം കൂടി നോക്കാം,
ഞാൻ കുറച്ചുകൂടി വളം ഇട്ട് കൊടുക്കാം, ഞാൻ കുറച്ചുകൂടി പരിപാലനം ചെയ്യാം, അത് ഫലം കൊടുക്കുകയോ ഇല്ലേ എന്ന് നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ആ തോട്ടക്കാരൻ എന്ത് ചെയ്യാണ്? പക്ഷപാതം ചെയ്യാണ്. ഇതേപോലെ ദൈവമക്കളെ ക്രിസ്തു എനിക്കും നിങ്ങൾക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. ഒരു വർഷം കൂടി വ്യക്തിക്ക് കൊടുക്കാം, ആ വ്യക്തി ദൈവത്തിലേക്ക് വരും, ആ വ്യക്തി ഈ പാപത്തെ ഉപേക്ഷിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഓരോ വ്യക്തിയെക്കുറിച്ച് ദൈവം എന്ത് ചെയ്യാണ്? നമുക്ക് വേണ്ടി വാദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചോദ്യം ഇതാണ്, എപ്പോഴായിരിക്കും ഈ ന്യായവിധി തുടങ്ങുന്നത്? തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നു, അവൻ വരുന്നത് എല്ലാവർക്കുമായിട്ടുള്ള പ്രതിഫലമായിട്ടാണ്. നീതിമാന്മാർക്കും ദുഷ്ടന്മാർക്കും അവർക്ക് തക്കതായ പ്രതിഫലം കൊടുക്കും. ക്രിസ്തു പ്രതിഫലം കൊടുക്കണമെങ്കിൽ, ജഡ്ജ്മെൻറ്റ് കൊടുക്കണമെങ്കിൽ അതിനെന്തുണ്ടാകണം? അതിന് മുൻപേ അതിനെ വിസ്തരിക്കണം, അതിനെ ചെക്ക് ചെയ്യണം, അതിനെ ഇവാലുവേറ്റ് ചെയ്യണം. ഞാൻ കുറച്ചുകൂടി വ്യക്തമാക്കാം. മലയാളത്തിൽ വായിക്കുമ്പോൾ നമുക്ക് രണ്ടിലും ന്യായവിധിയാണ്. പക്ഷേ ന്യായവിധിയിൽ രണ്ട് ഭാഗമുണ്ട്, എക്സിക്യൂഷനും അതേപോലെ ഇൻവെസ്റ്റിഗേഷനും. എക്സിക്യൂഷനാണ് ശിക്ഷ നടപ്പിൽ വരുത്തുക അല്ലെങ്കിൽ തീരുമാനം നടപ്പിൽ വരുത്തുക എന്നുള്ളതാണ്. രണ്ടാമത്തത് പരിശോധനയാണ്, ഇൻവെസ്റ്റിഗേഷൻ. അപ്പോൾ ഈ എക്സിക്യൂഷൻ നടക്കുന്നതിന് മുൻപ്, ശിക്ഷാവിധി നടക്കുന്നതിന് മുൻപ്, തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുൻപ് ഒരു പരിശോധന ആവശ്യമാണ്. 1844 മുതൽ ഇൻവെസ്റ്റിഗേറ്റീവ് ജഡ്ജ്മെൻറ്റ്, പരിശോധന ന്യായവിധി ആരംഭിച്ചു. കാരണം അത് വേദപുസ്തകപരമാണ്. കാരണം വേദപുസ്തകം പറയുന്നു അവൻ വരുന്നത് എല്ലാവർക്കുമായിട്ടുള്ള പ്രതിഫലമായിട്ടാണ്. യോഹന്നാൻ 14:1-4 പറയുന്നു, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ഞാൻ പോകുന്നിടത്തേക്കുള്ള വഴി നിങ്ങൾ അറിയുന്നു. അപ്പോൾ വെളിപ്പാട് 22:11-12 നമ്മൾ വായിച്ചു നോക്കിയാൽ ഓരോരുത്തർക്കും വേണ്ടുന്ന പ്രതിഫലമായിട്ടാണ് അവൻ വരുന്നത്. കാരണം അവരെ ദൈവം എന്ത് ചെയ്തു? ന്യായം വിധിച്ചു. ഈ ന്യായവിധിയിൽ നമുക്ക് നിൽക്കുവാൻ സാധിക്കണമെങ്കിൽ നമ്മൾ വീഴാതിരിക്കണം. വെളിപ്പാട് 6 ചോദ്യം, ആർക്ക് നിൽക്കുവാൻ കഴിയുമെന്നാണ്. നിൽക്കുക എന്ന് പറഞ്ഞാൽ പാപം ചെയ്യാതിരിക്കുക എന്നതാണ്. ആർക്ക് നിൽക്കാൻ കഴിയും? നമ്മൾ അങ്ങനെ അവസ്ഥയിൽ എത്തണമെങ്കിൽ നമുക്ക് ക്രിസ്തുവിനെ പാപം ചുമക്കുന്ന കുഞ്ഞാടായിട്ട് മാത്രം പോരാ, അത് രക്ഷാപദ്ധതി പൂർത്തിയാക്കത്തില്ല. പക്ഷേ അവൻ നമ്മുടെ മഹാപുരോഹിതനുമാണ്. അവൻ മഹാപുരോഹിതനായിട്ടാണ് നമ്മളെ പിതാവിൻ്റെ അടുക്കിലേക്ക് നമ്മളെ കൊണ്ടുവന്ന് എത്തിക്കുന്നത്. ഞാൻ ഇത് ഇപ്പോൾ സംഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നു. മൃഗത്തിൻ്റെ മുദ്ര ലഭിക്കുന്ന ജനം, അതേപോലെ ദൈവത്തിൻ്റെ മുദ്ര ലഭിക്കുന്ന ജനം, രണ്ട് കൂട്ടർ ജനമുണ്ടാകും അന്ത്യകാലത്ത്. ഇവർ തമ്മിലുള്ള വ്യത്യാസം എന്നത് എന്താണ്? ഞാനൊരു കഥ പറഞ്ഞ് ആഗ്രഹിക്കുകയാണ്. ഇപ്രകാരമാണ് കഥ പോകുന്നത്. ഒരിക്കലും ഒരു ചെറുപ്പക്കാരൻ തൻ്റെ തെറ്റായിട്ടുള്ള കൂട്ടുകെട്ടിലെല്ലാം വീണ് വലിയ വലിയ കുറ്റകൃത്യങ്ങളെല്ലാം ചെയ്തു. അദ്ദേഹം അങ്ങനെ പിടിക്കപ്പെട്ടു. അദ്ദേഹത്തിന് മരണശിക്ഷ വന്നു. ഇദ്ദേഹം ആരുമില്ലാത്ത വ്യക്തിയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തെറ്റായിട്ടുള്ള കൂട്ടുകെട്ടിലാണ് വീണെന്ന് വിചാരിച്ചിട്ടുണ്ട്. അവൻ്റെ നാട്ടുകാരെല്ലാവരും കൂടി ഒരുമിച്ച് എഴുതിയിട്ട് ഒരു ക്ഷമാപണം ഗവൺമെൻറ്റിലേക്ക് കൊടുത്തു. കാരണം ചില രാജ്യങ്ങളിലുണ്ട്, നമുക്കറിയാം സൗദി അറേബ്യ പോലെ രാജ്യങ്ങളിലാണ് കുറ്റകൃത്യം എന്താണ് അവരുടെ ബന്ധുക്കളെല്ലാം എന്താണ് ക്ഷമിക്കുകയാണെങ്കിൽ അവരെ ശിക്ഷിക്കാതെ വിടും. അതുകൊണ്ട് അങ്ങനെ ഒരു ദയാഹർജി അവർ കൊടുക്കാൻ അവർ തീരുമാനിച്ചു. അങ്ങനെ ദയാഹർജിയുമായിട്ട് എന്ത് ചെയ്തു? അവർ ജഡ്ജിൻ്റെ അടുക്കിലേക്ക് പോയി. ജഡ്ജ് ഓക്കെ ഇത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തോട് ക്ഷമിക്കാമെന്ന് അദ്ദേഹം വിചാരിച്ചു. അദ്ദേഹത്തിൻ്റെ തെറ്റുകളെല്ലാം മാറ്റി അദ്ദേഹത്തെ കുറ്റവിമുക്തനായി വിടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പേപ്പറും അദ്ദേഹം സീൽ വെച്ചു. അദ്ദേഹം വിചാരിച്ചു ഇത് ഞാൻ തന്നെ പോയി കൊടുക്കാം, പക്ഷേ ഞാൻ ഇങ്ങനൊരു കാര്യത്തിന് വേണ്ടിയാണ് വന്നതെന്ന് ഞാൻ അറിയിക്കാതെ പോയി കൊടുക്കാമെന്ന് അദ്ദേഹം വിചാരിച്ചു. അദ്ദേഹം അങ്ങനെ ജയിലിലേക്ക് അദ്ദേഹം കിടക്കുന്നിടത്തേക്ക് പോയി. അദ്ദേഹം ഈ ജഡ്ജി ഇങ്ങനെ വരുന്നതെല്ലാം കണ്ട സമയത്ത് അദ്ദേഹം ദൂരെ നിന്ന് കണ്ടപ്പോൾ എനിക്ക് ആരെയും കാണണ്ട, ആരോടും സംസാരിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ജഡ്ജി എന്തെങ്കിലും അവിടുന്ന് ഇവിടെ ഒരു ഈ പേപ്പർ ചൂണ്ടിക്കാട്ടി ഇത് നിനക്കുള്ളതാണെന്ന് ഇങ്ങനെ ആംഗ്യത്തിൽ കാണിച്ചു, നിനക്ക് വേണ്ടിയാണ്, ഇത് നിൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ്. പക്ഷേ അദ്ദേഹം സമ്മതിച്ചില്ല. കാരണം അദ്ദേഹത്തിന് അറിയത്തില്ലായിരുന്നു ഏത് ആവശ്യത്തിന് വേണ്ടിയാണ് താൻ വരുന്നത്. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ഇല്ല, എനിക്ക് ആരെയും കാണേണ്ടെന്ന് പറഞ്ഞു. അദ്ദേഹം വീണ്ടും ഇങ്ങനെ പേപ്പറൊക്കെ എടുത്ത് കാണിക്കുന്നുണ്ട്, സന്തോഷ വാർത്തകളൊന്നും കാണിക്കുന്നുണ്ട്. പക്ഷേ അദ്ദേഹം എന്ത് ചെയ്യുന്നില്ല, അതൊന്നും കേട്ട് അദ്ദേഹം സ്വീകരിക്കുന്നില്ല. അദ്ദേഹം പറഞ്ഞു എനിക്ക് കാണണ്ട, ഇനി അടുക്കൽ വരികയാണെങ്കിൽ ഞാൻ ഇവിടെ ഉള്ളവരോട് പറയും പുറത്താക്കാൻ. അദ്ദേഹം വിഷമത്തോടെ തല കുനിച്ചുകൊണ്ട് ആ ക്ഷമാപണത്തിൻ്റെ പേപ്പർ മടക്കി അദ്ദേഹം പോക്കറ്റിലിട്ട് അദ്ദേഹം തിരികെ നടന്നു.
അപ്പോൾ ഈ ഒരു കോൺസ്റ്റബിൾ ഇത് കണ്ടിട്ട് വന്നിട്ട് ഓടിപ്പോയി, അദ്ദേഹം പോകുന്ന മാത്രമേ അദ്ദേഹം കണ്ടുള്ളൂ, ഓടിപ്പോയി ഈ വ്യക്തിയോട് ഒന്ന് ചോദിച്ചു, അപ്പം നിൻ്റെ കുറ്റമെല്ലാം വിമുക്തമാക്കിയല്ലേ എന്ന് അദ്ദേഹം ചോദിച്ചു. എൻ്റെ കുറ്റം എപ്പോൾ വിമുക്തമാക്കിയെന്ന് ആ ചെറുപ്പക്കാരൻ അതിശയത്തോടെ ഇങ്ങനെ അങ്ങോട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറഞ്ഞു, ഇപ്പോൾ വന്നത് മജിസ്ട്രേറ്റ് ജഡ്ജിയാണ്, അദ്ദേഹം നിങ്ങളുടെ കുറ്റത്തെ വിമുക്തമാക്കാൻ വേണ്ടിയായിട്ട് വന്നതാണെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ഞെട്ടിപ്പോയി. അതിനു വേണ്ടി വന്നെന്ന് അറിയത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു പേപ്പറിൽ സോറി കയറി ഇദ്ദേഹത്തിന് കയ്യിൽ കൊടുക്കുക, എനിക്ക് അദ്ദേഹത്തെ കാണുമെന്ന് പറഞ്ഞു. പക്ഷേ ഈ കോൺസ്റ്റബിൾ ഈ പേപ്പറായിട്ട് ആ ജഡ്ജി അടുത്ത് പോയപ്പോൾ ജഡ്ജി അവിടെ വിട്ടു കഴിഞ്ഞു. കുറേ നാളുകൾക്ക് ശേഷമാണ് ഈ പേപ്പർ ആ ജഡ്ജിയുടെ കയ്യിലെത്തുന്നത്. അദ്ദേഹം ആ പേപ്പർ വായിച്ചത് കണ്ണെറിഞ്ഞിട്ട് അദ്ദേഹം പേപ്പർ അങ്ങ് മാറ്റി വെച്ചു. അവസാനം ഈ വ്യക്തിയുടെ, ഈ യൗവനക്കാരുടെ ശിക്ഷയുടെ ദിവസം വന്നപ്പോൾ അവസാനമായിട്ട് എന്തെങ്കിലും പറയണമെന്ന് അദ്ദേഹം ചോദിച്ചു. അങ്ങനെ അത് അവസാനം ആഗ്രഹമെന്നില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഈ കയറ് എൻ്റെ കഴുത്തിൽ തൂങ്ങാൻ പോകുന്നത് ഞാൻ ചെയ്ത കുറ്റം കൊണ്ടല്ല, ഞാൻ ചെയ്ത തെറ്റുകൊണ്ടല്ല, പക്ഷെ നേരെ മറിച്ച് എനിക്ക് കിട്ടിയ ആ ക്ഷമാപണം ഞാൻ സ്വീകരിക്കാത്തതുകൊണ്ടാണ്. എനിക്ക് ആ ജഡ്ജി കൊണ്ടുവന്ന ക്ഷമാപണം ഞാൻ സ്വീകരിക്കാത്തതുകൊണ്ടാണ് എനിക്ക് ഈ ശിക്ഷാവിധി വരുന്നത്. ഇത് തന്നെ അന്ത്യകാലത്തും ഉണ്ടാകും. അനേകർ നഷ്ടമാകും, അനേകർ നിത്യാഗ്നിയിൽ കത്തി നശിക്കും. ഒരേ ഒരു കാരണം, അവർ പാപം ചെയ്തുകൊണ്ടല്ല. കാരണം ഉള്ളിലുള്ളവരും പാപം ചെയ്തു, വെളിയിലുള്ളവരും പാപം ചെയ്തു. എന്താണ് അവർ തമ്മിലുള്ള വ്യത്യാസം? നിത്യാഗ്നിയിൽ കിടക്കുന്നവരും നിത്യവാസമുള്ള നഗരത്തിലിരിക്കുന്നവരും. അകത്തിരിക്കുന്നവർ ദൈവത്തിൻ്റെ ക്ഷമാപണത്തെ സ്വീകരിച്ചു. ക്രിസ്തു നമ്മോട് ക്ഷമിച്ചു കഴിഞ്ഞു കാൽവറിയിൽ. അവൻ്റെ കൈ വിരിച്ച് നമ്മളെ അവനിലേക്ക് വിളിക്കുകയാണ്. ആ മുടിയനായ പുത്രൻ്റെ പിതാവെന്ന പോലെ വഴിയിൽ നോക്കി നിന്ന് തൻ്റെ മകൻ എപ്പോൾ വരുമെന്ന് ചിന്തിച്ചുകൊണ്ട് ആ വഴിയിലേക്ക് നോക്കിയതുപോലെ നമ്മുടെ ദൈവം നമുക്ക് നോക്കിയിരിക്കുകയാണ്. ആ മുടിയനായ പുത്രൻ ചെയ്തതുപോലെ മാത്രം ഇന്ന് ഞാനും നിങ്ങളും ചെയ്താൽ മതി. നമ്മൾ മൃഗത്തിൻ്റെ മുദ്ര ഉള്ളവരാകാതെ ദൈവത്തിൻ്റെ മുദ്ര ലഭിച്ചവരായി കുഞ്ഞാടിൻ്റെ കൂടെ നിൽക്കുന്നവരായി മാറും. കാരണം കുഞ്ഞാടാണ് നമ്മളെ നിർത്താൻ പോകുന്നത്, കളങ്കം ഒന്നുമില്ലാതെ നിർത്താൻ പോകുന്നത്. അത് മഹാപുരോഹിതൻ്റെ ദൗത്യമാണ്. ക്രിസ്തു എന്ന കുഞ്ഞാൻ നമ്മുടെ പാപം ചുമന്നുകൊണ്ട് പോയി ആ മഹാപുരോഹിതൻ നമ്മൾ നീതി നിവർത്തിക്കും. അതാണ് ദൈവത്തിൻ്റെ രക്ഷാപദ്ധതി. ആ രക്ഷാപദ്ധതി നമ്മുടെ ജീവിതത്തിൽ നടപ്പിലാക്കുവാൻ തടസ്സം എന്ന് പറയുന്നത് നമ്മൾ തന്നെയാണ്. നമ്മുടെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നതും ഞാനും നിങ്ങളും തന്നെയാണ്. കാരണം നമ്മൾ ഇന്ന് എടുക്കുന്ന തീരുമാനം ചിലപ്പോൾ നാളത്തേക്ക് അത് മാറ്റിവെക്കാൻ നമ്മൾ തീരുമാനിക്കുന്നു. ചില കാര്യങ്ങൾ നമ്മൾ ചെയ്തോട്ടെ നമ്മൾ തീരുമാനിക്കുന്നു. അങ്ങനെ ഈ തെറ്റായിട്ടുള്ള തീരുമാനങ്ങൾ നമ്മൾ എടുത്തുകൊണ്ട് ആ രക്ഷയെ, ആ ക്ഷമാപണത്തെ നമ്മൾ നീട്ടിവെക്കുകയാണ്. നമുക്ക് എത്രത്തോളം ദിവസം കിട്ടുമെന്ന് അറിയത്തില്ല. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മൾ ഇന്നും ഈ ദൂത് ഞാൻ സംസാരിക്കുമ്പോൾ എൻ്റെ കേൾവിക്കാരോട് ദൈവത്തിൻ്റെ ആത്മാവ് വാദിക്കുന്നു, എന്നോട് ദൈവത്തിൻ്റെ ആത്മാവ് വാദിക്കുന്നു, പക്ഷവാദം ചെയ്യുന്നു. തിരികെ വരാൻ, പിതാവിൻ്റെ ഭവനത്തിലേക്ക് തിരികെ വരാൻ പക്ഷവാദം ചെയ്യുന്നു. കാരണം ദൈവം ക്ഷമാപണമായിട്ട് അവൻ വാതിൽക്കൽ നിൽക്കുന്നു. അത് സ്വീകരിക്കുന്നോ ഇല്ലയോ എന്നുള്ളത് മാത്രമാണ് ചോദ്യം. ത്രിവിധ ദൂതുകൾ, വെളിപ്പാട് 14 6 മുതൽ 12 കാണുന്ന ത്രിവിധ ദൂത്. ഒന്നാം ദൂത് ദൈവത്തെ ഭയപ്പെട്ടൊരു മഹത്വം കൊടുപ്പേൻ, ന്യായവിധി നാഴിക വന്നിരിക്കുന്നു. രണ്ടാം ദൂത് മഹതി ബാബിലും വീണുപോയി. മൂന്നാമത് മൃഗത്തിൻ്റെ മുദ്രയേറ്റാൽ രാപ്പകൽ സ്വസ്ഥതയില്ലാതെ ദൈവത്തിൻ്റെ ക്രോധമദ്യം കുടിക്കേണ്ടി വരും. ഈ ശിക്ഷാവിധി, ഈ പറയുന്ന ഈ ദൂത് ഒരിക്കലും ഒരു കുറ്റം വിധിയോ നമ്മളെ ഭയപ്പെടുത്തുന്നുമല്ല, പക്ഷെ ദൈവത്തിൻ്റെ സ്നേഹമാണ്. ഞാൻ ഒന്നുകൂടി വ്യക്തമാക്കാം. മൂന്നാമത്തെ ദൂതിൻ്റെ ദൂത്, ഏറ്റവും പ്രധാനപ്പെട്ട ദൂത്, മൃഗത്തിൻ്റെ മുദ്ര ഏൽക്കുന്നവർ ദൈവത്തിൻ്റെ ക്രോധമദ്യം കുടിക്കേണ്ടി വരും. ഞാനും നിങ്ങളും ആ ക്രോധമദ്യം കുടിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞു, ക്രൂശിൽ അവൻ ചെയ്തു കഴിഞ്ഞു. കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിൽക്കണമേ. ദൈവം ക്രിസ്തു ആ ക്രൂശിൽ കിടന്ന് മൃഗത്തിൻ്റെ മുദ്ര ഏൽക്കുന്നവർ കുടിക്കേണ്ട ക്രോധമദ്യം കുടിച്ചു കഴിഞ്ഞു. ഞാനും നിങ്ങളും കുടിക്കേണ്ട ആവശ്യമില്ല. എന്നെയും എൻ്റെ പാപത്തോട് ദൈവം വിലക്കി വാങ്ങി. പക്ഷെ ഇന്ന് എൻ്റെയും നിങ്ങളുടെയും തീരുമാനമാണ് നമുക്ക് എന്ത് സംഭവിക്കുമെന്ന്. ഇത് വെളിപ്പാട് 14 കാണുന്ന ദൂത് വിശ്വാസത്താൽ നീതിയുടെ ദൂതാണ്. ക്രിസ്തുവിൻ്റെ നീതി എന്ന് സ്വീകരിക്കുന്നു. ക്രിസ്തു നമുക്ക് വേണ്ടി ശിക്ഷാവിധി അനുഭവിച്ചു, ഇനി ഞാൻ അനുഭവിക്കേണ്ട ആവശ്യമില്ല എന്ന് നമ്മൾ സ്വീകരിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സദാസകത്തിൽ വസിക്കുന്ന അടികളുടെ പിതാവേ, അടിയങ്ങൾ ഇന്ന് ത്രിവിധ ദൂതിന് അല്പമായിട്ട് ചിന്തിച്ച് ഇനി വരാൻ പോകുന്ന ദിവസങ്ങൾക്കുള്ളിലായിട്ട് ചിന്തിക്കും. എങ്കിലും ഈ ദൂത് ഒന്നിനുമേലൊന്നിലെ അടിസ്ഥാനമാണ്. ക്രിസ്തു എന്ന നീതിയിലേക്കുള്ള നമ്മുടെ ക്ഷണമാണ്. ദൈവം നമുക്ക് ക്ഷമ സ്വർഗത്തിൽ വച്ചിരിക്കുന്നു. ആ ക്ഷമ നമ്മൾ സ്വീകരിക്കേണ്ട മാത്രമേ നമ്മൾ ചെയ്യേണ്ടുള്ളൂ.
ദൈവം നമ്മളെ ക്ഷമിച്ചിരിക്കുന്നു. പക്ഷേ ആ ക്ഷമ സ്വീകരിക്കാൻ നമ്മൾ ക്രിസ്തുവിലാക്കിയും വെച്ചിരിക്കുന്നു. പക്ഷെ നമ്മൾ അതിനു വേണ്ടി അവൻ്റെ അടുക്കൽ ചെല്ലുക മാത്രമത്രേ ചെയ്യേണ്ടത്. ഇന്ന് അവൻ്റെ അടുക്കൽ ചെല്ലുവാൻ നമ്മൾ സഹായിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ച എല്ലാ കാര്യങ്ങളും യേശു നാമത്തിൽ തന്നെ ആമേൻ.